ഇനി മക്കളെ നമ്മള് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നു എന്ന് കരുതുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സോറി പേന എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഇത് എന്താ നമ്മുടെ പരാബിളയല്ലേ മക്കളെ? ആ ഇത് എന്താ സാധനം എന്ന് പറയുന്നത്? ഇതിന്റെ പടം എങ്ങനെയാ വരയ്ക്കുക? നമുക്ക് എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യും. ഇത് y ആണ്, y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എക്സിന് 0 കൊടുത്താൽ y 0 കിട്ടില്ലേ കുട്ടികളെ? കിട്ടും. 0 0 ആണ്. ഇനി y എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ? എക്സ് സ്ക്വയർ ഏത് നമ്പറിന്റെയും സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എക്സിന് 1 കൊടുത്താൽ വൈക്ക് 1 കിട്ടില്ലേ? 1 1 ഇങ്ങനെ പോകുന്ന ഒരു ഫിഗർ ആണ് നമുക്ക് കിട്ടുക. മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പോകും. എക്സിന് -1 കൊടുത്തു നോക്കിയ കുട്ടിയെ എത്രയാ? +1 അല്ലേ? അപ്പൊ ഇതാണ് -1 1 എന്ന് പറയുന്നതിന്റെ മുകൾ ഭാഗം ഇങ്ങോട്ട് വരില്ലേ? അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ സ്കൂളിൽ വരച്ചിട്ടുണ്ടാവും. പരവിടെ വരച്ചിട്ടുണ്ടാവും. വരച്ചിട്ടുണ്ടാ? y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് ഇവിടുത്തെ പരാബിള. ഇതിന്റെ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാൻ പറയും നമുക്ക്. ഈ ഫംഗ്ഷന്റെ കൂടിയ വാല്യൂ കുറഞ്ഞ വാല്യൂ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ട്രീമ ഓഫ് എ ഫംഗ്ഷൻ. എന്തിനാ പറയണ? കൂടിയ വാല്യൂനെയും കുറഞ്ഞ വാല്യൂനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എക്സ്ട്രീം വാല്യൂസ്. കുറഞ്ഞതും പിന്നെ കൂടിയതുമാണ്. ഈ ഫംഗ്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? ഇതിന് കുറഞ്ഞ വാല്യൂ ഉണ്ടോ കൂടിയ വാല്യൂ ഉണ്ടോ? ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഏത് വാല്യൂ ഉള്ളത് പറഞ്ഞോ? നമ്മള് ഫംഗ്ഷൻ കുറവ് കൂടുതൽ നിശ്ചയിക്കുന്നത് അറിയാലോ. y വാല്യൂ ആണ് കുറവ് കൂടുതൽ. കേൾക്കണ്ട മക്കള്? ഏത് വാല്യൂ ആണ്? ഏത് വാല്യൂ ആണ് കുറവ് കൂടുതൽ? ഏത് വാല്യൂ ആണ്? y വാല്യൂ. അപ്പൊ പടത്തിന്റെ കുറവ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയ് ദേവികൃഷ്ണ. മുകളിലേക്ക് പോകും തോറും കൂടുകയാണ്, താഴേക്ക് വരും തോറും എന്താ പറയണ അതിനെ? y വാല്യൂ ആണ്. മുകളിലേക്ക് പോകും തോറും y വാല്യൂ കൂടുകയാണ് അല്ലെ? താഴത്തേക്ക് വന്നാലോ y വാല്യൂ കുറവാണ്. y വാല്യൂ കുറയുമ്പോഴാണ് ഫംഗ്ഷന് മിനിമം ഉണ്ടാവുക അല്ലേ? അപ്പൊ ഈ ഫംഗ്ഷന്റെ മിനിമം എവിടെയാ നിങ്ങൾ കാണുന്നുണ്ടാവല്ലോടത്തും? സീറോയിലാണ് കുറയണത്. ഇയാള് വലിയ ആളായിരുന്നു. തലയും കുത്തി എവിടെ വരെ വീഴുണ്ട്? 0 വരെ വീണിട്ട് പിന്നെ അവൻ പൊന്തി പോവല്ലേ? അപ്പൊ അതിന്റെ ഏറ്റവും കുഞ്ഞു വാല്യൂ എത്രയാ? 0 ആണ്. അപ്പൊ ആ 0-ല് അയാൾക്ക് എന്തുണ്ടെന്നാ പറയാ? ഒരു എക്സ്ട്രീം ഉണ്ട്, മിനിമം വാല്യൂ ഉണ്ട്. എന്തുണ്ട്? മിനിമം വാല്യൂ ഏത് പോയിന്റിലാണ്? ഉണ്ട്. ഏത് പോയിന്റിലാണ്? 0-ല്. ആ മിനിമം പോയിന്റ് ഏതാ? 0 അല്ലേ? എക്സും 0 വൈയും 0. ഇനി അയാൾക്ക് മാക്സിമം ഉണ്ടാവാന്നാ നോക്കണേ നമ്മള്. മാക്സിമം ഉണ്ടാവുമെന്ന് നോക്കുകയാണ്. അതിന് നമ്മള് ഇങ്ങോട്ട് പോകുമ്പോ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ? ഇങ്ങോട്ട് പോകുമ്പോഴും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ? അതിന് വല്ല അന്ത്യം ഉണ്ടാ? അപ്പൊ ഇതിന് ഞാൻ പറയാണ്, ഇതിന്റെ ഏറ്റവും കൂടിയ വാല്യൂ 2 ലക്ഷമാണെന്ന് പറയുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുക എന്താണ്? അയ്യോ, അത് 2 ലക്ഷത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ നമ്പർ പറഞ്ഞ ഞാൻ ആരായി അല്ലേ? പറഞ്ഞത് മനസ്സിലായോ? ഈ ഫംഗ്ഷൻ ഇവിടെ അവസാനിക്കുന്ന ഫംഗ്ഷൻ ആണോ? ഇവിടെ അവസാനിക്കുകയാണോ? അതല്ലല്ലോ. ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? അപ്പൊ അതിന്റെ മാക്സിമം എത്രയാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇൻഫിനിറ്റി എന്നൊക്കെ പറയും. പക്ഷെ അങ്ങ് പറയാൻ പറ്റാത്തതിനെ നമ്മൾ ഇൻഫിനിറ്റി എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതിന് മാക്സിമം പറയാൻ പറ്റുന്നുണ്ടോ മക്കളെ? ഇല്ല, പറയാൻ പറ്റില്ല. അപ്പൊ അതിന് എന്തില്ല? മാക്സിമം വാല്യൂ ഇല്ല. കൃത്യമായിട്ട് എനിക്ക് എന്ത് പറയാ? ഏറ്റവും കുഞ്ഞു വാല്യൂ ഉണ്ട്. എത്രയാ?
0. 0 ഉണ്ട്. ക്ലിയർ ആയോ? സർ. ആ അപ്പൊ ഇതില് അതിനൊരു ഡെഫിനിഷൻ വേണം. അപ്പൊ നമുക്ക് ഇവിടെ മിനിമം കിട്ടി. എഫ് എന്തെന്ന് കിട്ടി? മിനിമം. 0 മിനിമം എന്ന് പറഞ്ഞില്ലേ നമ്മള്. ഫംഗ്ഷൻ വാല്യൂ ഏറ്റവും കുറവ് വരുന്നത് എവിടെയാ? 0ലാണ്. 0. ആ മനസ്സിലാവുണ്ടോ നമ്മളെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാല് എഫ് ഒരിക്കലും ഒരു വാല്യൂ വിട്ട് മുകളിലേക്ക് പോകരുത്. എഫ് ഒരിക്കലും ഒരു വാല്യൂ വിട്ടിട്ട് എന്ത് പോകരുത്? എഫ് എപ്പോഴും എന്ന് വെച്ചാല് ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് യെസ് അബ്സല്യൂട്ട് മാക്സിമം അറ്റ് സി എന്ന് പറയണമെങ്കിൽ സിയിൽ മാക്സിമം ആണെന്ന് പറയണം. സോറി, മിനിമത്തിന്റെ പറഞ്ഞുകൊണ്ടിരിക്കണപ്പോ ശ്രദ്ധിച്ച പിള്ളേരെ, മിനിമം അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ. സി എന്ന് പറയുന്ന പോയിന്റില് മിനിമം എന്ന് പറയണമെങ്കിൽ ഇവിടെ ഏത് പോയിന്റിലാ വരുന്നത്? 0 എന്നുള്ള പോയിന്റിലല്ലേ? അതെ. ആ 0 വരുന്ന പറയും കാണില്ല. കണ്ടു. എഫ് ഓഫ് 0 ആയിരിക്കണം അതിലെ ഏറ്റവും കുഞ്ഞ വാല്യൂ അല്ലേ? പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. എഫ് ഓഫ് 0 ആയിരിക്കണം അതിന്റെ ഏറ്റവും കുഞ്ഞ വാല്യൂ. അതിന്റെ അർത്ഥം എന്താ? എഫ് ഓഫ് എക്സിന്റെ മറ്റു വാല്യൂസ് ഒക്കെ ആരെക്കാൾ വലുതായിരിക്കും? 0 എഫ് ഓഫ് 0നേക്കാൾ വലുതായിരിക്കും. അത് ശരി തന്നെയല്ലേ മോളെ? നോക്കിയേ, എഫ് ഓഫ് 0 അല്ലേ? അതെ. ബാക്കി വരുന്ന ഏത് എക്സ് കൊടുത്താലും ഇപ്പൊ 1 കൊടുത്താൽ ഇവിടെ കിട്ടില്ല പോയിന്റ് വാല്യൂ. 2 കൊടുത്തെങ്കിൽ 2 സ്ക്വയർ 4 ഇവിടെ ഇങ്ങോട്ട് പോവില്ല. അതൊക്കെ ആരെക്കാൾ കൂടുതലാ? 0നേക്കാൾ കൂടുതലാണ്. ഇവിടെ നമുക്കറിയാം എഫ് ഓഫ് 0. അപ്പൊ 0ല് ഈ ഫംഗ്ഷന് എന്തുണ്ട്? അപ്പോ മിനിമം ആണോ മാക്സിമം ആണോ? മിനിമം വാല്യൂ ഉണ്ട്. അപ്പൊ ഞാൻ ഈ 0 മാറ്റിയിട്ട് സി ആക്കിയാൽ എന്ത് പറയും? സിയില് മിനിമം ഉണ്ടാവണമെങ്കിൽ പറഞ്ഞോളെ, എഫ് ഓഫ് സി പറഞ്ഞോ. എഫ് ഓഫ് 0ന് പകരം എഫ് ഓഫ് സി എന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആയാൽ നമ്മൾ എന്ത് പറയും? സിയില് മിനിമം വാല്യൂ ഉണ്ടെന്ന് പറയും. നമ്മൾ ഇതിന്നാ പോയി, അത് 0ൽ നിന്നല്ലേ പോയേ? അപ്പൊ 0ല് മിനിമം വാല്യൂ ഉണ്ടാവണമെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് 0 ആയിരിക്കണം എഫ് എക്സിന്റെ വാല്യൂകളിൽ വെച്ചിട്ട് ഏറ്റവും ചെറുത് അല്ലേ? സിയില് മിനിമം ഉണ്ടാവണമെങ്കിൽ എഫ് ഓഫ് സി ആയിരിക്കണം എഫ് ഓഫ് എക്സിന്റെ വാല്യൂകളിൽ വെച്ചിട്ട് ഏറ്റവും ചെറുത്. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ വരുന്നത്. ഏത് പോയിന്റിൽ മിനിമം ഉണ്ട്? 0ല്. കാരണം എഫ് ഓഫ് 0 ആയിട്ടുള്ള 0 അല്ലെ? എഫ് ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് 0 അല്ലേ? അത് ആരെക്കാൾ കുറവാണ്? എഫ് ഓഫ് എക്സിനേക്കാൾ കുറവാണ്. എവിടെ എടുത്ത് ഏതൊരു എക്സിന് -1 കൊടുത്താലും -1 സ്ക്വയർ എത്രയാ? 1 അല്ലേ? -2 സ്ക്വയർ കൊടുത്താൽ എത്രയാ? 4 അല്ലേ? അതൊക്കെ പോസിറ്റീവ് അല്ലേ? കൂടുതലല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് ഏത് പോയിന്റിൽ മാത്രമാണ് ഇതിന് പിന്നെ മിനിമം ഉള്ളത്? എക്സ്ട്രീം വാല്യൂ മിനിമം മാത്രമേ ഉള്ളൂ. അത് എവിടെയാ? 0ലാണ്. ഇനി നമുക്ക് എക്സ്ട്രീം മാക്സിമം ആവണമെങ്കിൽ എന്തുണ്ടാവും? മാക്സിമം വാല്യൂ കാണുമ്പോ സിയിൽ കാണണമെങ്കിൽ എന്താ വരും? തിരിച്ചിട്ടാ പോരെ? സിയിൽ മാക്സിമം ആവണമെങ്കിൽ എന്തുണ്ടാവണം മക്കളെ? എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആരായിരിക്കണം? എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ സിയില് എന്തായിരിക്കും? മാക്സിമം. ഇവിടെ ആര് മാറിക്കൊണ്ടിരിക്കും? എക്സ് ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ഓടി നടക്കും. എക്സ് ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ഓടി നടക്കും. ക്ലിയർ ആവുണ്ടല്ലേ? ഇനി അതിനൊരു എക്സാമ്പിൾ പറയാവുന്നത് ഇയാളെ തലതിരിച്ചിട്ടാ മതി. ആരെ? എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന് പകരം
എഫ് എക്സ് ഈക്വൽ ടു എന്ത് എടുക്കുക മൈനസ് എക്സ് സ്ക്വയർ എടുക്കുക. എഫ് എക്സ് ഈക്വൽ ടു എന്ത് എടുക്കുക മൈനസ് എക്സ് സ്ക്വയർ എടുത്താൽ ഇയാള് താഴേക്ക് വരും അല്ലേ? വരും. കിട്ടിയോ? കിട്ടി. പടം എങ്ങനെയാ വരിക? താഴേക്കല്ലേ വരിക? ആ അപ്പൊ ഇത് മാത്രം എടുക്കുക. ഇത് വേണ്ട, ഇതിന് പണി കഴിഞ്ഞു. ഇത് താഴേക്ക് വരുമ്പോ ഇതിന് മാക്സിമം കിട്ടുന്നത് എത്രയും മോളെ? 0 ആയിരിക്കും. നേരത്തെ മിനിമം കിട്ടിയത് എത്രയായിരുന്നു? 0 ആയിരുന്നു. ഇവിടെയോ മാക്സിമം 0 മാക്സിമം 0 ആയിരിക്കും. കാരണം എന്താ? എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എപ്പോഴും ആരെക്കാൾ കൂടുതലായിരിക്കും? എക്സിനേക്കാൾ കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് മക്കള് പറഞ്ഞു 0 കൊടുത്താൽ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 കിട്ടി. ഇനി എഫ് ഓഫ് 1 കൊടുത്ത ഇവിടെ എന്ന് പറഞ്ഞ് എഫ് ഓഫ് 1 എന്താ? -1. അത് ആരെക്കാൾ കുറവാ? 0 കുറവാ. എഫ് ഓഫ് 2 കൊടുത്തു നോക്കിയ മക്കള് -4. അതും ആരെക്കാൾ കുറവാ? 0നേക്കാൾ കുറവാ. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഗാമൻ ആരാണ്? ഏറ്റവും വലിയ വാല്യൂ ആരാണ്? എഫ് ഓഫ് 0. അതിന്റെ വാല്യൂ എത്ര തന്നെയാണ്? 0 ആണ്. ഫംഗ്ഷൻ ആരാ? എഫ് എക്സ് ഈക്വൽ ടു -x സ്ക്വയർ. ഇപ്പൊ ഇതിന്റെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ടോ നമുക്ക്? ഈ എക്സ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ എവിടെയൊക്കെ ഉണ്ടോ ആ ഡൊമൈനിൽ മൊത്തം കോണി കണക്കാട്ടോ ആർക്ക്? എക്സിന്. റൈറ്റ്? നേരത്തെ പറഞ്ഞല്ലോ പോസിറ്റീവും പോവാം, എന്തും പോവാം, എക്സ് നെഗറ്റീവും പോവാം. അപ്പൊ -6 മൊത്തം പോവാം, -∞ +∞ വരെ പോവാം. അപ്പൊ 0ലാണ് അവിടെ മിനിമം ഉള്ളത്, സോറി മാക്സിമം ഉള്ളത്. ആ മാക്സിമം വാല്യൂ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പൊ നമുക്ക് ജനറലൈസ് ചെയ്യാം. സിയിൽ മാക്സിമം ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? എഫ് ഓഫ് സി തന്നെയായിരിക്കണം വലിയ ഗാമൻ. ആര് തന്നെയായിരിക്കണം ഏറ്റവും വലുത്? എഫ് ഓഫ് സി. എക്സ് ആര് തമ്മിൽ തല കുത്തി പറഞ്ഞാൽ ആരുടെ മുകളിലേക്ക് പോകാൻ പറ്റില്ല? എക്സ് ആര് എഫ് ഓഫ് എക്സ് ഒരിക്കലും ആരുടെ മുകളിൽ പോവില്ല? എഫ് ഓഫ് സിയുടെ മുകളിൽ പോവില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് മാക്സിമം വാല്യൂ എത്രയാ വരുന്നേ? സി എന്ന് പറയുന്ന ആരാ അവിടെ? 0 അല്ലേ? ഇതില് ഈ പടത്തില് 0 അല്ലേ സി? അപ്പൊ വാല്യൂ എത്ര തന്നെയാണ്? 0 ആണ്. Got it? Yes. ഇനി ഇതിന് മിനിമം ഉണ്ടോ? മിനിമം ഉണ്ടോ? ഇല്ല. പാതാളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാതാളത്തിലെത്തി അവനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ അതിന്റെ ഉള്ളിലേക്ക് കുഴി കുഴിച്ച് പോവും അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്തില്ല അതിന്? മിനിമം ആബ്സല്യൂട്ട് മിനിമം ഇല്ല. ആബ്സല്യൂട്ട് എന്തുണ്ട്? മാക്സിമം ഉണ്ട്. ഈ ഫംഗ്ഷനോ മുകളിലത്തെ ഫംഗ്ഷന് ആബ്സല്യൂട്ട് മിനിമം ഉണ്ട്. അത് 0 ആണ്. ആബ്സല്യൂട്ട് മാക്സിമം ഇല്ല. വെരി ഗുഡ്. കിട്ടിയ മക്കളെ? ഇനി നമുക്ക് വേറൊരു പടം തന്നിട്ടുണ്ട്. എഫ് എക്സ് ഈക്വൽ ടു 1/x തന്നിട്ടുണ്ട്. എഫ് എക്സ് ഈക്വൽ ടു 1/x. ഇവന്റെ പടം വരച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് എങ്ങനെയാ പോവാന്ന് ചോദിച്ചാൽ എക്സിന് 1 കൊടുത്ത് പിള്ളേരെ എക്സിന് 1 കൊടുത്ത് y എത്ര കിട്ടാവുന്ന കിട്ടില്ലേ? അപ്പൊ ഇവിടെ 1 കൂടെ പോകുന്നുണ്ടാവും. 1 1 ക്ലിയർ ആയ പിള്ളേരെ? പിന്നെ 2 കൊടുത്ത് നോക്കിയേ, 2 കൊടുത്ത് നോക്കിയേ. എക്സിന് 2 കൊടുത്ത് എന്താ ഉണ്ടാവുക? അവിടെ 1/2 ആവില്ലേ? 3 കൊടുത്താലോ? 1/3. ഇങ്ങനെ അവന്റെ ഉദ്ദേശം അവൻ ആരോട് ചേർന്ന് വരിക? എക്സിനോട്. അവനത് കൂടും. ഞാൻ ഒരു വാക്കൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോ അവര് തമ്മിൽ പരസ്പരം തൊടാൻ ശ്രമിക്കൂല്ലേ? ആരൊക്കെ? കർവും അങ്ങനെ വരുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ അസിംപ്ടോട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് സാറ്. എന്താ സാധനം? അസിംപ്ടോട്ട് കേട്ടിട്ടുണ്ടോ? അല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അത് ഇല്ല, പറഞ്ഞിട്ടുണ്ട്. അതായത് asymptote is a straight line which touch or cut the curve at
ഇൻഫിനിറ്റി. യെസ് സർ. എവിടെയാണ് അസിംപ്റ്റോട്ട്? എന്താ സാധനം? ഒരു ഇൻഫിനിറ്റിയിൽ ടച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള സ്ട്രെയിറ്റ് ലൈനാണ്. നമ്മളൊന്നും കാണാണ്ട് പോയിട്ട് അവർ പാല് കുടിക്കുന്നു പറഞ്ഞ പോലെയാണ്. ഇത് ചെയ്യും, പോയി 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 അവരെവിടെ തൊടും? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി. അപ്പോ കർവല്ല അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. ആരാ സ്ട്രെയിറ്റ് ലൈൻ ഇവിടുത്തെ? എക്സ് ആക്സിസ് അല്ലേ? ആ ആ സ്ട്രെയിറ്റ് ലൈൻ ഈ കർവിനെ തൊടാൻ സാധ്യതയുണ്ട്. എവിടെ? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി. അപ്പൊ അതുകൊണ്ട് ഇത് എക്സ് ആക്സിസ് ഇയാൾക്ക് എന്താ? ഒരു അസിംപ്റ്റോട്ട് അല്ലേ? ആ തൊടില്ല. അവര് അങ്ങനെ അവര് തമ്മിൽ അകലെ എന്ത് ചെയ്തു കുറഞ്ഞു വന്നോണ്ടിരിക്കും. കുറഞ്ഞു 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 വരും. തൊടാൻ പറ്റില്ല. റൈറ്റ്? ആ ഇതുപോലെ തന്നെ മക്കൾ അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് നോക്കി. 1/2 എടുത്തത് ഉണ്ടാവും. എക്സിന് 1/2 എടുത്താൽ 2 ആവില്ലേ? ആ 1/3 കൊടുത്താലോ 3. 3 ആവും. ഇയാള് മുകളിലേക്ക് പോവല്ലേ? പിന്നെ ആ ഇവിടെ നമുക്കറിയാം ഇയാള് ഇങ്ങനെ പോയി പോയി തൊട്ടില്ല എന്നുകൊണ്ട് മുകളിലേക്ക് പോവല്ലേ? ആ മനസ്സിലായിട്ടാണ് എന്ന് പറയണേ? ആ മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞേ. മനസ്സിലായിട്ട് തന്നെയാ പോണേ. ഇതും അപ്പൊ ഈ വൈ ആക്സിസും ഇയാളുടെ അസിംപ്റ്റോട്ട് അല്ലേ? അതെ. കാരണം എന്താ? മുകളിലേക്ക് പോകുന്തോറും ഇവർ ആരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ഈ കർവ് വൈ വൈ ആക്സിസ്. ആക്സിസിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പൊ അസിംപ്റ്റോട്ടുമായിട്ട് തന്നെയാ പോണേ. ഇനി നോക്കി മക്കള്, y = 1/x ആണ്. y = 1/x ആണ്. ഇനി ഇപ്പൊ എക്സ് പോസിറ്റീവ് ആയിട്ടുള്ള കേസുകളെ സാധ്യത വരച്ചു. എന്താ വരച്ച? എക്സ് പോസിറ്റീവ്. ഇനി എക്സ് നെഗറ്റീവ് ആയാൽ വൈയും നെഗറ്റീവ് ആവില്ലേ? അപ്പൊ ഏത് ക്വാഡ്രന്റാ വരിക? എക്സ് ഉണ്ട്, വൈ നെഗറ്റീവ്, തേർഡ് ക്വാഡ്രന്റ്. ഈ പദം തന്നെ ഇരിക്കുക, പക്ഷെ അത് ഏത് ക്വാഡ്രന്റിലായിരിക്കുക? തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ആര്? y = ആര്? 1/x. ഈ മോഡലിന് മാക്സിമം ഉണ്ടോ മിനിമം ഉണ്ടോ? അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടോ അബ്സല്യൂട്ട് മിനിമം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സങ്കല്പിച്ചു നോക്കി മക്കളെ, ഇയാൾക്ക് മാക്സിമം ഉണ്ടാ? ഇയാള് ഏന്തി വലിഞ്ഞ് അങ്ങോട്ട് പോവല്ലേ പിള്ളേരെ? ഹലോ, ഏന്തി വലിഞ്ഞ് പോകുന്നുണ്ട്. നമുക്ക് ഒരു കൃത്യ ഒരു പോയിന്റിൽ ഇത്ര വാല്യൂല് അയാൾക്ക് മാക്സിമം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തൊട്ടില്ല എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോ ഇവിടെ ഒരു 1/1000 എടുക്കുകയാണെങ്കിൽ അവൻ എത്ര ഹൈറ്റിൽ പോയിട്ടുണ്ടാവും? 1000 ഹൈറ്റിൽ പോയിട്ടുണ്ടാവും അല്ലേ? 1/1 lakh പോയിട്ടുണ്ടെങ്കിൽ അവിടെ, അതായത് ആരുടെ അടുത്തേക്ക് എടുത്തോണ്ടിരിക്കുക? 0ന്റെ അടുത്തേക്ക് എടുത്തോണ്ടിരിക്കുക. 1/1 lakh. അപ്പൊ അയാളുടെ ഹൈറ്റ് എത്ര വെച്ചിട്ടുണ്ടാവും? 1 lakh. 1 lakh. പക്ഷെ അതിനൊരു നിജസ്ഥിതി ഉണ്ടോ മോളെ? തീർച്ചയായിട്ട് അയാൾ ഇത്ര 1 lakh വരും, 2 lakh വരും, 1 crore വരും. അപ്പൊ ഞാൻ പറയാണ് 1 crore and 1, 1/1 crore and 1 വന്നാൽ അവന്റെ വാല്യൂ എന്തായിട്ട് മാറും? 1 crore and 1 ആവില്ലേ? അപ്പൊ എനിക്ക് ഒരു വാല്യൂ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് എന്തില്ല? മാക്സിമം ഉണ്ടോ? അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടോ? ഇല്ല, മാക്സിമം ഇല്ല. കാരണം സാധനമൊക്കെ ഉഷാറായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഇല്ല. അപ്പൊ അതുകൊണ്ട് അബ്സല്യൂട്ട് മാക്സിമം ഇല്ല. കുറെ പേര് ലെഫ്റ്റ് ഔണ്ടല്ലോ പിള്ളേരെ, എവിടേക്ക് പോണേ? അതുപോലെ തന്നെ മിനിമത്തിലേക്ക് നോക്കിയ മക്കള്. മിനിമം എന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്ത്തിക്കല്ലേ, ഭൂമിയുടെ അടിയിലേക്കല്ലേ പോവാ. ഇവൻ പോകുന്നുണ്ട് ഭൂമിയുടെ അടിയിലേക്ക്. പക്ഷെ അവൻ എവിടെയെങ്കിലും ചെന്നവർ അവസാനിക്കുവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് എന്തും ഇല്ല, മിനിമം വാല്യൂ ഇല്ല. മിനിമം വാല്യൂ ഇല്ല. അപ്പൊ ഇതിന് എക്സ്ട്രീം ഉണ്ടോ? എക്സ്ട്രീം ഉണ്ടോ? ഇല്ല. അപ്പൊ രണ്ടാൾക്ക് എക്സ്ട്രീമും കണ്ടായിരുന്നു. y = x² മിനിമം ഉണ്ട്, പക്ഷെ മാക്സിമം ഇല്ല. y = -x² മാക്സിമം ഉണ്ട്, മിനിമം ഒന്നും പറയാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ y = 1/x രണ്ടുമില്ല. ഇനി വേറൊരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് പടം വരുന്നത്. പടം വരുന്നത് ഇങ്ങനെയാണ്. x = y = 1 ഉം y = -1 എന്ന് പറയുന്ന ലൈനില് പിന്നെ ഇങ്ങനെ തൊട്ടില്ല എന്ന് പോണ ഫംഗ്ഷനാണ്. ഇവരൊക്കെ വാദിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നടക്കുവോ? തൊടുവോ അവര്? ഇല്ലല്ലോ. ഇൻഫിനിറ്റിയിലല്ലേ പോണേ. അതേപോലെ തന്നെ അയാൾ ഇങ്ങനെയും പോകുന്നുണ്ട്. കാര്യം താഴ്ത്തിക്കൊക്കെ വരുന്നുണ്ടല്ലേ, കുറഞ്ഞൊക്കെ വരുന്നുണ്ട് അല്ലേ?
പക്ഷെ അവര് പരസ്പരം എന്ത് ചെയ്യുന്നില്ല, ഇത് y ഈക്വൾ ടു 1 എന്ന് പറയുന്ന ലൈനും y ഈക്വൾ ടു -1 എന്ന് പറയുന്ന ലൈനിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു മിനിമം വാല്യൂ വേണമെങ്കിൽ പറയാം. ആരെ വിട്ട് താഴെ പോവില്ല, -1 വിട്ട് പോയില്ല. താഴെ പോവില്ല, +1 വിട്ട് മുകളിലേക്കും പോകുന്നില്ല. പക്ഷെ അത് അറ്റൈൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്തില്ല? മാക്സിമം വാല്യൂ ഇല്ല, മിനിമം ആബ്സല്യൂട്ട് എക്സ്ട്രീം, ആബ്സല്യൂട്ട് മാക്സിമം ഇല്ല, മിനിമം ഇല്ല. മിനിമം ഇല്ല. അപ്പൊ ഇത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആട്ടാ. ഇതില് നമുക്ക് വാല്യൂ ഒരു ബൗണ്ടിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. -1 തൊട്ട് 1 വരെ ഉള്ളു വാല്യൂ. പക്ഷേ അത് അറ്റൈൻ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇല്ല. ഇല്ല, കാരണം തൊട്ടില്ല എന്നുകൊണ്ട് ഇങ്ങോട്ട് പോകും, തൊട്ടില്ല എന്നുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ബൗണ്ടഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കുക. ഇനി കൃത്യം അറ്റൈൻ ചെയ്യുന്ന വാല്യൂ sin x. നമുക്കറിയാം sin x ന്റെ വാല്യൂ ഇതിനിടയ്ക്ക് വരും മക്കളെ, -1നും sin തീറ്റയുടെ വാല്യൂ -1നും +1 ഇടയ്ക്കൊക്കെ എടുക്കുക. അത് അറ്റൈൻ ചെയ്യുകയും ചെയ്യും. 1 വരുന്നത് എപ്പോഴാണ്? 90 ആവുമ്പോഴല്ലേ. -1 വരുന്നത് എപ്പോഴാ? 270 ആവും അല്ലേ. അപ്പൊ അതിന് എന്തുണ്ട്? സൈൻ ഫംഗ്ഷൻ എന്തുണ്ട്? മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ട്. അത് ഡൊമൈൻ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി നമുക്ക് പറയേണ്ട വരുന്ന മാത്രമേ ഉള്ളൂ. ഈസ് ഇറ്റ് ക്ലിയർ? ഇനി വേറെ ഒന്ന്, fx ഈക്വൽ ടു x². ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഇയാളുടെ തന്നിരിക്കുന്ന ഇന്റർവെല് -1 ലെസ് ദാൻ x ലെസ് ദാൻ ഈക്വൽ ടു 2. ഈ ചങ്ങാതിയുടെ എക്സ്ട്രീം ഓഫ് ദി ഫംഗ്ഷൻ കാണാൻ പറഞ്ഞു എന്ന് കരുതുക. എന്താ കാണാൻ പറഞ്ഞേക്കണേ? എക്സ്ട്രീം ഓഫ് ഫംഗ്ഷൻ. എക്സ്ട്രീം ഓഫ് ദി ഫംഗ്ഷൻ fx ഈക്വൽ ടു x². ആദ്യത്തെ ഇന്റർവെൽ തന്നേക്കുന്നത് -1 തൊട്ട് എത്ര വരുന്ന 2 ആണ്. രണ്ടും എക്സ്ക്ലൂഡഡ് ആണ്. -1 ഇല്ല, പറയുമോളെ 2 ഇല്ല. ഇതിന്റെ പടം വരയ്ക്കുമ്പോൾ നമുക്ക് നോക്കി പരാബോള എഴുതുന്നത് നമുക്ക് പെട്ടെന്ന് വരയ്ക്കാലോ. ഇത് -1 ആണ്, ഇത് എത്രയാ വരുന്നത്? 2 വരെയാ പോകുന്നത്. ഈ 2-ല് നമുക്കറിയാം ഒരു വട്ടം. അതുപോലെ തന്നെ -1ന്റെ വാല്യൂ കൊടുത്താൽ 1 ആണ് വരിക, ഇവിടെ വരെ വരും അല്ലെ കുട്ടിയെ? എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് പരാബോള എന്താ സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെന്ന് അവസാനിക്കുന്നതാണ് ഈ പടം. ശ്രദ്ധിക്കണ്ടോ? അപ്പൊ അതില് നമുക്ക് മാക്സിമം ഉണ്ടോ മിനിമം ഉണ്ടോ എന്ന് മോള് പറഞ്ഞു തന്നെ. മിനിമം ഉണ്ടോ? വെരി എവിഡൻസ്. എന്താണ്? 0. മിനിമം ഉണ്ട്. മാക്സിമം ഉണ്ടോ? മാക്സിമം ഉണ്ടോ കുട്ടി? എവിടെയാ നമ്മൾ ഏറ്റവും പൊങ്ങി കാണുന്ന സ്ഥലം? 2. അവിടെ ഐസ് നിറഞ്ഞേക്കല്ലേ, അവിടെ പോയിന്റ് ഇല്ലല്ലോ അവിടെ. ഒരു വട്ടല്ലേ. അപ്പൊ 2-ല് മാക്സിമം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മോന്തയ്ക്ക് കിട്ടില്ലേ? മൈൻഡ് ആണോ 2-ല്? അല്ല. 2² 4 അല്ല, സോറി ഇത് 4 വരിക. 4 ഹൈറ്റാ വരിക കേട്ടോ. ഹൈറ്റ് എത്ര വരെ? 4 ആണ് വരിക. പക്ഷെ ആ 4ന്റെ തലയിലത്തെ സാധനം വെട്ടി കളഞ്ഞു. മനസ്സിലായ? ശരിക്കും ഈ പോയിന്റ് വരിക എത്രയാ മക്കളെ? 2,4 ആണ് ഈ പോയിന്റ് വരിക, ഈ വെളുത്തത്. അപ്പൊ ഈ കർവ് വന്നിട്ട് ആ പോയിന്റ് അതിന് എടുത്ത് കളഞ്ഞു. ഏത് പോയിന്റ്? 2,4 എടുത്ത് കളഞ്ഞു. ആ 2,4 ഉണ്ടെങ്കിൽ ഇയാൾക്ക് എന്തുണ്ട്? മാക്സിമം ഉണ്ട് എന്ന് പറയാ. എത്രയാ അതിന്റെ ഫംഗ്ഷന്റെ മാക്സിമം എത്രയാ? ഏറ്റവും കൂടി വന്ന് നമ്മൾ നോക്കിട്ടോ, വന്നപ്പോ 4 വരെ വരുന്നല്ലോ. പക്ഷെ അവിടെ നോക്കിയപ്പോ 4 ഇല്ലേ. 2 4 അതിന്റെ ഉള്ളിൽ ഉണ്ടാ? 2 4 ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് എന്തില്ല? ആബ്സല്യൂട്ട് മാക്സിമം ഇല്ല. പക്ഷെ ആരുണ്ട്? മിനിമം. ആബ്സല്യൂട്ട് മിനിമം ഉണ്ട്. ഇനി ഞാൻ ഇതിൽ ഇങ്ങനെ ചെയ്തു എന്ത് പറയും നിങ്ങള്? അപ്പൊ ഇതൊക്കെ കറപ്പിക്കണ്ടേ? അപ്പൊ എന്തുണ്ട്? മാക്സിമം ഉണ്ട്. ആബ്സല്യൂട്ട് മാക്സിമം എത്രയാ? 2,4.
അല്ലെന്ന് പോയിന്റ് അത് മാക്സിമം വാല്യൂ വൈയുടെ വാല്യൂ ചോദിക്കണേ 4. 4. 4. അത് സംഭവിക്കുന്നത് എവിടെയാ? 2. എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 2. 2. 2 മിനിമം ഉണ്ടല്ലോ. നേരത്തെ നമുക്ക് മിനിമം നമുക്ക് വന്ന് എടുക്കണ്ട അവിടെ. എത്രയാ? 0. 0. പടം വരയ്ക്കുമ്പോ മനസ്സിലാവുണ്ടോ പിള്ളേരെ? ഉണ്ട്. ഉണ്ട്. ഇനി പിള്ളേരെ ഇനി നമുക്ക് ഇങ്ങനൊരു പടം വന്നു തരുക. ഇത് സാറ് പറഞ്ഞിട്ടുണ്ടോ ക്ലാസ് നോക്കി കേട്ടോ? ജോമേഷ് സാറ് പറഞ്ഞിട്ടുണ്ടോ? ഈ പറയണതൊക്കെ പറഞ്ഞിട്ടുണ്ടോ പിള്ളേരെ? ഇല്ല. ഉറപ്പല്ലേ? ആ. ആരെങ്കിലും കേട്ടവരുണ്ടോ? ഇല്ല. യെസ്. ഇനി നമുക്ക് ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയി റൈറ്റ്. ഇയാളുടെ ഒറ്റയടിക്ക് നിങ്ങൾ മാക്സിമം എവിടെയാന്നൊക്കെ നിങ്ങൾക്ക് നോക്കണ്ടോ ഇല്ലേ? എവിടെയത് പിള്ളേരെ? എവിടെയാണ്? അവിടെ. ഈ പട്ടികയിൽ അല്ലേ? അതിന് നമുക്ക് ഡൊമൈൻ ഒക്കെ തന്നിട്ടാവും. ഡൊമൈൻ ഇവിടെ നമുക്ക് ഡൊമൈൻ എളുപ്പമുണ്ട്. ഞാൻ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ ആള് മാക്സിമം എന്ന് പറഞ്ഞാൽ എന്റെ തലയിലേക്കല്ലേ നിങ്ങൾ നോക്കുക. അതെ. ആ സഞ്ജയിന്റെ ഉള്ളിലുണ്ട്. അവൻ എനിക്ക് ചെറിയ പേടിയുണ്ട്. അവപ്പൊ വലുതായിട്ടാവും. സഞ്ജയ് ഇല്ല അല്ലേ? അവനല്ലേ അടുത്ത പൊക്കൻ ആണോ? അതെ. ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളൊക്കെ എനിക്ക് നിൽക്കുമ്പോ നമ്മള് നോക്കുമ്പോ ഇങ്ങനെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആള് കാണും. പിന്നെ ഏറ്റവും കുഞ്ഞാള് ഇവിടെ നിൽക്കുന്ന ആൾ ആരാ നമ്മുടെ ക്ലാസ്സിൽ? കുഞ്ഞിതാര? അങ്ങനെ ഒരാളില്ല? ദേവി കൃഷ്ണനെ വന്നിട്ടുണ്ടോ? ദേവി അവിടെ ഉണ്ട്. നീയാണ് ഏറ്റവും കുഞ്ഞിതയില്? ആവാം. ആണോ? ആണോ? കുഞ്ഞിത. ഓക്കെ. അപ്പൊ അതില് നമ്മുടെ ക്ലാസ്സില് ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രീം ഉണ്ട് ഹൈറ്റില്. ആരാത്? സഞ്ജയ് അല്ലേ? സഞ്ജയ് അല്ലേ? ആ. മിനിമം ഉണ്ട്. എക്സ്ട്രീം എന്ന് വെച്ചാൽ മാക്സിമം ഉണ്ട് സഞ്ജയ്. മിനിമം ഉണ്ട് ആരാ? ദേവി. ദേവി കൃഷ്ണ. റൈറ്റ്. മനസ്സിലായോ? ഇനി ഈ സഞ്ജയും ദേവി കൃഷ്ണ ഇല്ലാണ്ട് ഇരിക്കാൻ വിചാരിക്കുക. അതിലെ ഫസ്റ്റ് ബെഞ്ചിലെ മാത്രമേ അതില് ദേവികൃഷ്ണ ഉണ്ട്, ബാക്കിയുള്ളവരുണ്ട്, സഞ്ജയ് ഇല്ല. അപ്പൊ അവിടുത്തെ ഏറ്റവും കുഞ്ഞാളാര് ദേവികൃഷ്ണ തന്നെയാണ്. അപ്പൊ ആ ബെഞ്ചില് ഒരാള് വലിയ ആളുണ്ടാവില്ലേ? ഉണ്ടാവും. അത് വെറും ലോക്കൽ അല്ലേ? അതെ. അതിന് നമ്മള് ലോക്കൽ മാക്സിമം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ റിലേറ്റീവ് മാക്സിമം എന്നാ വിളിക്കുക. ആ ഉള്ളവരെ വെച്ചിട്ട് നമ്മൾ അതിൽ വരുന്നത്. മനസ്സിലായ പിള്ളേരെ? അല്ലെങ്കിൽ ഇപ്പോ ദേവികൃഷ്ണ ഇല്ലാത്തൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുതാം. അതില് പിന്നെ ആരാണ്? ലക്ഷ്മി, 2 ലക്ഷ്മിമാരുണ്ട്, അശ്വതി ഉണ്ട്, ഗായത്രി ഉണ്ട്. ഈ 4 പേരുണ്ടെന്ന് കരുതാം. അതിലാരാ ചെറുതാരാ? ലക്ഷ്മി. ഏത് ലക്ഷ്മി? ലീഡർ തന്നെയാ? അല്ല, മറ്റേ ലക്ഷ്മി. കാർല ലക്ഷ്മി. ഓക്കെ. ഇന്ന് വന്നിട്ടില്ലേ ലക്ഷ്മി? ഉണ്ടല്ലോ. അവിടെ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പേരുകളിൽ നീയാണ് കുഞ്ഞിത് അല്ലേ? അതെ തോന്നുന്നുണ്ട്. അത് തോന്നുന്നുണ്ട്. സംഭവിച്ചേരെടുത്തിട്ടാ. ആരൊക്കെയാ പറഞ്ഞേ? ലക്ഷ്മി, അശ്വതിയോ? അശ്വതി, ഗായത്രി. അതിൽ വെച്ചിട്ട് കുഞ്ഞി ലക്ഷ്മി ഇങ്ങൊരാണ്. യെസ്. പക്ഷെ അതിന്റെ കൂടെ ദേവികൃഷ്ണൻ കൂടി വന്നാലോ? ലക്ഷ്മിയുടെ സ്ഥാനം പോയില്ലേ? ഇല്ലേ? പോയി. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ഗ്രൂപ്പ്, അതായത് ഇപ്പൊ ഈ 4 പേരെ എടുത്ത ഗ്രൂപ്പ് ഒരു ലോക്കൽ ഗ്രൂപ്പ് അല്ലേ? അപ്പൊ നമ്മൾ അതിനെ വേണമെങ്കിൽ എന്ത് വിളിക്കാം? ലോക്കൽ മാക്സിമ ഓർ റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ റിലേറ്റീവ് എക്സ്ട്രീമ. ആബ്സല്യൂട്ട് വരണമെങ്കിൽ ദേവികൃഷ്ണ വരണം, അല്ലെങ്കിൽ സഞ്ജയ് വരണം അല്ലേ? കാരണം ദേവികൃഷ്ണയാണ് ഏറ്റവും ചെറുതെന്ന് വിചാരിക്കണം, ഏറ്റവും വലുത് സഞ്ജയ് ആണെന്ന് വിചാരിക്കണം. ഓക്കെ. ഇനി അതിൽ ഇവരെയൊന്നും കൂടാണ്ട് വേറെ ഗ്രൂപ്പുകൾ വരുമ്പോ അതനുസരിച്ചിട്ട് ചെറുതും വരും, വലുതും വരും. അതിന് നമ്മൾ എന്ത് വിളിക്കും? ലോക്കൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ് എന്ന് വിളിക്കും. അപ്പൊ ഈ എക്സ്ട്രീം ഫംഗ്ഷൻസിന് ഒരു റിലേറ്റിവിറ്റി ഇല്ലേ?
ആ സാഹചര്യം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മക്കൾ നോക്കി, ഇവിടുന്ന് തൊട്ട് സാറ് ഇവിടെ വരെ മാത്രമേ ഡൊമൈൻ എടുക്കുന്നുള്ളൂ എന്ന് കരുതുക. ഇവിടെ തൊട്ട് ഇവിടെ എ ബി അങ്ങനെ എടുത്തു എന്ന് കരുതുക. റൈറ്റ് കുട്ടികളെ? ആ ഇതിന്റെ ഈ ഇന്റർവെല്ലിൽ വെച്ചിട്ട് അയാളുടെ ഏറ്റവും കൂടിയ വാല്യൂ ഇതല്ലേ? അതെ. അതെ. അപ്പൊ അതിനെ നമ്മൾ ലോക്കൽ മാക്സിമം എന്ന് വിളിക്കില്ലേ? അല്ലെങ്കിൽ റിലേറ്റീവ് എക്സ്ട്രീമ. എക്സ്ട്രീമം ഓർ മാക്സിമം. മാക്സിമം മാക്സിമം ആണെങ്കിൽ മാക്സിമം. ഈ കിട്ടിയതിൽ കുഞ്ഞിത് ഇയാളല്ലേ? അല്ലേ? ഈ എന്റെ ലെവൽ ചെയ്ത് അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? റിലേറ്റീവ് മിനിമം എന്ന് വിളിക്കും. ക്ലിയർ ആയോ? ഇനി ഞാൻ ഇതിന്റെ ഇതൊന്നും താഴേക്ക് വരച്ചെന്ന് വരുന്നത്, നിങ്ങൾ കുറച്ചും കൂട്ടി വരച്ചു. ഓക്കെ. എന്നിട്ട് ഞാൻ ഈ ഡൊമൈൻ ഒന്നും വലുതാക്കും. ബെഞ്ചുകളുടെ എണ്ണം കൂട്ടിയെന്ന് വിചാരിക്കാം. ഇതുവരെ പോയി കുട്ടി ശ്രദ്ധിക്കാം. എ ബി ഇവിടെ വന്നാൽ ലോക്കൽ എക്സ്ട്രീമത്തിന് മാറ്റമൊന്നുമില്ല അല്ലെ? ഇല്ല. പക്ഷെ ലോക്കൽ മാക്സിമം മാറ്റില്ല. ആര് മാറി? മിനിമം. മിനിമം ഇത്രയ്ക്ക് ഉണ്ടായിരുന്ന സാധനം അതിൽ കുറഞ്ഞു വന്നില്ലേ? ഇത് വന്നില്ലേ? അപ്പൊ എന്ത് മാറി? ലോക്കൽ മിനിമം അല്ലെങ്കിൽ റിലേറ്റീവ്. അപ്പൊ ഇവിടെ ആ ഡൊമൈൻ അനുസരിച്ചിട്ടാണ് ഇവിടെ എന്ത് വരുന്നത്? റിലേറ്റീവ് എക്സ്ട്രീമം വരുന്നത്. അതിന് എന്തൊക്കെ വരും? റിലേറ്റീവ് എക്സ്ട്രീമം വരണമെങ്കിൽ നമ്മള് ചിന്തിക്കേണ്ടത് ഇതാണ്. നമ്മള് സാറ് പറഞ്ഞില്ലേ, ഇപ്പൊ ആദ്യം ഇവിടെ എ ബി ഇവിടെ വരെ എടുത്തുള്ളൂ, എ തൊട്ട് ബി വരെ കുട്ടികളെ. പിന്നെ ഞാൻ എ തൊട്ട് ബി വരെ. അപ്പൊ നമുക്ക് അവിടെ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അവിടെ ഡൊമൈനെ എത്രമാത്രം വലുപ്പത്തിൽ ഡൊമൈൻ എടുക്കണമെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ഇല്ലേ? മൊത്തം എടുക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കുഞ്ഞ വാല്യൂ ഇതാണ്, ഏറ്റവും കൂടിയ വാല്യൂ ഇതാണ്. പക്ഷെ കഷ്ണമായിട്ട് വരുമ്പോ ഇവിടെ ഒരു കഷ്ണം എടുക്കുമ്പോൾ ഇതാണ് കൂടിയ വാല്യൂ, ഇതല്ല. കാരണം അങ്ങോട്ട് പോയിട്ടില്ല നമ്മള്. ക്ലിയർ ആയി? അപ്പൊ അതുകൊണ്ട് അതും കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് വെച്ചാല് a function f has a relative or local maximum at c. അപ്പൊ മാക്സിമം തന്നെ ആയിരിക്കണം സിയില്. അപ്പൊ എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കണം. എന്തിന്റെ ഡെഫിനേഷൻ സാറ് പറയുന്നത്? ലോക്കൽ ഓർ റിലേറ്റീവ് മാക്സിമം അറ്റ് സി വരണമെങ്കിൽ സിയിൽ തന്നെ ആയിരിക്കണം അയാൾ ഉയർന്ന വാല്യൂ. കിട്ടുന്നുണ്ടോ പിള്ളേരെ? സിയിൽ തന്നെ ആയിരിക്കണം ഉയർന്ന വാല്യൂ. പക്ഷെ അത് മൊത്തം ഇന്റർവെല്ലിൽ നമ്മൾ എ ടു ബി ഇങ്ങോട്ടല്ല നോക്കുക. ഈ പിന്നെ നൈബർഹുഡ് മതി. എക്സിന്റെ നൈബർഹുഡ്, സിയുടെ നൈബർഹുഡിൽ നോക്കിയാൽ മതി. എവിടെ നോക്കണ്ടു? നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സി എന്നുണ്ടെങ്കിൽ നമ്മള് അതിന്റെ ചുറ്റും ഒരു ചെറിയ ഇന്റർവെൽ എടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നൈബർഹുഡ് ഓഫ് എന്തെന്ന് വിളിക്കണം? സി എന്ന് പറഞ്ഞാൽ അത് കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും ആ ഇന്റർവെല്. റൈറ്റ്? മനസ്സിലായോ മക്കളെ? അപ്പൊ ഈ ഇന്റർവെൽ നമ്മൾ നോക്കും. അതിൽ പൊന്തി നിൽക്കുന്നത് ഏത് പോയിന്റിലാണ്? ഏറ്റവും കൂടി നിൽക്കുന്നത് സിയിലാണെങ്കിൽ ഈ സിയിലെ അതിനെയാണ് സിയിലാണ് നമുക്ക് എന്തുണ്ടെന്ന് പറയും? ലോക്കൽ മാക്സിമം ഓർ റിലേറ്റീവ് മാക്സിമം ഉണ്ടെന്ന് പറയും. ബുദ്ധിമുട്ടുണ്ടോ ഡെഫിനിഷന്? ഇല്ല. അപ്പൊ സിയില് റിലേറ്റീവ് മാക്സിമം ഉണ്ടെന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടത്? ആ എഫ് ഓഫ് സി അതിന്റെ പരിസരത്തൊക്കെ വെച്ചിട്ട് ഏറ്റവും വലുതായിരിക്കണം അല്ലേ? ആ പരിസരത്തൊക്കെ വെച്ചിട്ട് ഏറ്റവും വലുതായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ ഇരിഞ്ഞാലക്കുടത്തെ ഏറ്റവും ടോപ്പ് സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ മങ്ങാടിക്കുന്ന പറയും. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിന്റെ ആ ബിൽഡിംഗ്, മെയിൻ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലല്ലേ? ആ കുന്നിന്റെ എൻഡാണ് നമ്മുടെ പിന്നെ ഇരിഞ്ഞാലക്കുടത്തെ ഏറ്റവും ഉയർന്ന സ്ഥലം. പക്ഷെ അത് തൃശ്ശൂർ ജില്ല മുഴുവൻ എടുത്താൽ എങ്ങനെയായിരിക്കും മക്കളെ? ഇരിഞ്ഞാലക്കുട ലൊക്കാലിറ്റി എടുക്കുമ്പോഴല്ലേ അങ്ങനെ വരണേ? അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഇരിഞ്ഞാലക്കുടയിൽ ആകെ മൊത്തത്തില് മുനിസിപ്പൽ ഏരിയ മാത്രം എടുക്കണു എന്നൊക്കെ വിചാരിക്കുക. അല്ലെങ്കിൽ ക്രൈസ്റ്റ് കോളേജ് ഉൾപ്പെടുന്ന ആ വാർഡ് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലത്തെ ഏറ്റവും വലിയ ഒന്നാമൻ ആര് തന്നെയാണ്? ഹൈറ്റ് ഉണ്ട് ക്രൈസ്റ്റ് കോളേജ് തന്നെയാണ്. അല്ല കുട്ടികളെ? പക്ഷെ അത് തൃശ്ശൂർ ജില്ല എടുക്കുമ്പോഴോ പണി പാളില്ലേ?
ഓക്കെ. ആ വേറെ കുന്നും പ്രദേശങ്ങൾ വേറെ ഉണ്ടാവില്ലേ, ഉയർന്ന ഉണ്ട് കുന്നങ്ങള്? ആ ഉണ്ട്. അപ്പോ ഈ ക്രൈസ്റ്റ് കോളേജിന്റെ പരിസരം മാത്രം എടുത്തിട്ട് ക്രൈസ്റ്റ് കോളേജ് ഏറ്റവും ഉന്നതത്തിലാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മാക്സിമം ആണ് അവിടെ? ലോക്കൽ മാക്സിമം ഓർ റിലേറ്റീവ് എക്സ്ട്രീമം. എക്സ്ട്രീമം ആണ്. മനസ്സിലാവുന്നുണ്ട് നമുക്ക്? ആ സർ. അതിന്റെ ഡൊമൈൻ കൂട്ടുന്നു, അതായത് ഡിസ്ട്രിക്ട് മുഴുവൻ എടുത്തു, അല്ലെങ്കിൽ കേരളം മുഴുവൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതാ സഖ്യൻ മറ്റത് മറിച്ചത് പറഞ്ഞ കുറെ സാധനങ്ങൾ എടുക്കില്ലേ ഇവിടെ പിള്ളേരെ? ഇല്ലേ? ആ തൃശ്ശൂർക്ക് പോകുമ്പോ വേലങ്ങുന്നിലൊക്കെ പോയിട്ടുണ്ടോ നിങ്ങള്? കേട്ടണ്ട? ഇവിടെ വേലങ്ങൻ കുന്ന്, നമ്മുടെ ആമലയിലേക്കൊക്കെ പോണ കുന്നംകുളത്തേക്ക് പോണ വഴിയില് അതൊരു വലിയ കുന്ന, ക്രൈസ്റ്റിനേക്കാളും പറയും ഹൈറ്റ് വലുതാണ്. കൂടുതലല്ലേ? ആ അപ്പൊ അതുകൊണ്ടാ പറഞ്ഞേ ഈ ഡൊമൈനെ പിന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്ഥലം പറയുമ്പോൾ നമുക്ക് വാർഡ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയാം. ഇവിടുത്തെ വാർഡ് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സിയുടെ നൈബർഹുഡ് ആണ്. ആൻ ഓപ്പൺ ഇന്റർവൽ, സ്മോൾ ഓപ്പൺ ഇന്റർവൽ കണ്ടെയ്നിങ് സി. മനസ്സിലാവുണ്ടോ നമുക്ക്? ഹലോ, ഇതാണ് അവിടെ നിന്ന് നോട്ട് ചെയ്യേണ്ട. സിയുടെ പരിസര പ്രദേശം എടുക്കുമ്പോ ആരാ വലിയവൻ? സി. എഫ് ഓഫ് സി ആണ്. ഇനി നേരെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോക്കൽ മാക്സിമത്തിന്റെ, ലോക്കൽ മിനിമത്തിന്റെ എന്ത് പറയും മക്കളെ? സിയുടെ പരിസരം തന്നെ എടുക്കുമ്പോ ചെറുത്. ആര്? എഫ് ഓഫ് സി ആരെക്കാൾ ചെറുതായിരിക്കണം? എഫ് ഓഫ് എക്സിനെക്കാളും ചെറുതായാൽ സിയിൽ എന്തുണ്ട്? ലോക്കൽ മിനിമം. ലോക്കൽ മിനിമം ഉണ്ട്. ഓക്കെ. അവിടുത്തെ പിന്നെ ആബ്സല്യൂട്ട് തമ്മിലുള്ള വ്യത്യാസം എന്താ മക്കളെ? മൊത്തം ഡൊമൈനിൽ സംഭവിക്കുമ്പോഴാണ് എന്താ ഉണ്ടാവുക? ആബ്സല്യൂട്ട് വരിക. കുറെ അവിടെ ഇവിടെയൊക്കെ ലോക്കലി സംഭവിക്കുമ്പോൾ എന്തായിട്ട് മാറും? ലോക്കലായിട്ട് മാറും. ഉദാഹരണത്തിന് ഇവിടെ ഒരു എക്സ്ട്രീം വാല്യൂ ഉണ്ട് ഇല്ലേ? ഇവിടെയുണ്ട് ഒരു മിനിമം വാല്യൂ ഉണ്ട്. ഇവിടെയുണ്ടല്ലോ ഒരു എക്സ്ട്രീം ഉണ്ട്. അപ്പൊ ഈ ടേണിംഗ് പോയിന്റ്സിലൊക്കെ നമ്മൾ ചെന്ന് നോക്കും. പിന്നെ ചിലപ്പോ ഇവിടെ നോക്കാം, ചിലപ്പോ ഇവിടെ നമ്മൾ കുറച്ച് താഴ്ത്തി വരച്ചിട്ടുണ്ട്. ഇവിടെ ഈ സാധനം തുടങ്ങാൻ ഇത്തിരി നേരം താഴ്ത്തിക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പൊ ഇതൊരു മിനിമം അല്ലേ? അതെ. അപ്പൊ ഇത് ഇതിനേക്കാളും താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് ഇതായിരിക്കും എന്ത് മിനിമം? ലോക്കൽ മിനിമം അല്ല, ഇതോ ആബ്സല്യൂട്ട് മാക്സിമം. ലോക്കൽ മാക്സിമം. ഇതോ ലോക്കൽ മിനിമം. കാര്യം പിടികിട്ടിയോ? കിട്ടി. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.